ഇന്ന് ആഗസ്റ്റ് 7 ഇന്നും ഇന്ന് രാത്രിയും നാളെയും മറ്റന്നാളുമായിട്ടുള്ളതടക്കമുള്ള ഈ ആഴ്ചത്തെ OTT റിലീസുകളും പുതിയ OTT അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ എത്തിക്കുന്നത്. ഒന്നാമത്തേത് നടിഗർ എന്ന കഴിഞ്ഞ വർഷം തിയേറ്ററിലേക്ക് എത്തിയ ടോവിനോ തോമസ് നായകനാകുന്ന ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത കോമഡി എന്റർടൈൻമെന്റ് മലയാളം ചിത്രം. നാളെ ആഗസ്റ്റ് 8 സൈന പ്ലേയിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ആകുന്നതാണ്. ഏത് നേരത്താണാവോ എന്ന കോമഡി മലയാളം സിനിമ നാളെ ആഗസ്റ്റ് 8 മനോരമ മാക്സിലൂടെ മലയാളത്തിൽ OTT റിലീസ് ആകും. 2016 ഇറങ്ങിയ നേരത്തെ പ്ലക്സ് OTTയിലൂടെ റിലീസ് ചെയ്ത അനൂപ് മേനോനും മുരളി ഗോപിയുമൊക്കെ ചേർന്ന് അഭിനയിക്കുന്ന കോമഡി ഡ്രാമ മലയാളം സിനിമയാണ് പാവ. സിനിമ ആഗസ്റ്റ് 8 നാളെ സിംപ്ലി സൗത്തിലും കൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ആവുന്നതാണ്. ദിലീഷ് പോത്തൻ അഭിനയിക്കുന്ന മനസാ വാച എന്ന മലയാളം കോമഡി സിനിമ മറ്റന്നാള് ആഗസ്റ്റ് 9 മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് പുതിയ ഒരു മലയാളം ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സീരീസ് ആണ് കമ്മട്ടം. സുദേവ് നായർ അഭിനയിക്കുന്ന തൃശൂരിൽ നടന്ന ഒരു കേസിനെ ആസ്പദമാക്കി ചിത്രീകരിച്ച ഈ സീരീസ് ആഗസ്റ്റ് 29 ZEE5 മലയാളം ഭാഷയിൽ OTT റിലീസ് ആകുമെന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അടുത്തത് ഒരു റൊമാൻറ്റിക് തമിഴ് ചിത്രമാണ് ഓഹോ എന്താണ് ബേബി. ഈ സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്ന് രാത്രി 12 മണിയോടെ ആഗസ്റ്റ് 8 മലയാളം, തമിഴ് അടക്കമുള്ള പാനിന്ത്യൻ ഭാഷകളിൽ കാണാവുന്നതാണ്. എഡ്ഡി മുർഫി നായകനാകുന്ന ദ പിക്കപ്പ് എന്ന ഹേസ്റ്റ് കോമഡി ആക്ഷൻ ഹോളിവുഡ് ചിത്രം ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെ മലയാളം, തമിഴ്, ഇംഗ്ലീഷ് അടക്കം പാനിന്ത്യൻ ഭാഷകളിലെല്ലാം ഡയറക്റ്റ് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മികച്ച അഭിപ്രായം നേടിയ പറന്ത് പോ എന്ന ഫാമിലി കോമഡി തമിഴ് സിനിമ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ് അടക്കമുള്ള പാനിന്ത്യൻ ഭാഷകളിലെല്ലാം OTT റിലീസ് ആയിട്ടുണ്ട്. തെലുങ്ക് പൊളിറ്റിക്കൽ പീരീഡ് സീരീസാണ് മയാസഭ. സീരീസിന്റെ എല്ലാ 9 എപ്പിസോഡുകളും ഇപ്പം മുതൽ സോണി ലൈവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ കാണാവുന്നതാണ്. സത്യദേവ് അഭിനയിക്കുന്ന അറേബ്യ കടലി എന്ന മിസ്റ്ററി ഡ്രാമ തെലുങ്ക് സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആമസോൺ പ്രൈമിലൂടെ ആഗസ്റ്റ് 8 മലയാളത്തിലടക്കം പാനിന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ആകും. സെലാക്കാർ എന്നൊരു പീരീഡ് സ്പൈ ത്രില്ലർ ഹിന്ദി സീരീസും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആഗസ്റ്റ് 8 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യും. സീരീസ് ഹിന്ദി ഭാഷയ്ക്ക് പുറമെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും ലഭ്യമാകാൻ സാധ്യതയുണ്ട്. അടുത്തത് ട്രെൻഡിങ് എന്ന സൈക്കോളജിക്കൽ ടെക്നോ ത്രില്ലർ തമിഴ് ചിത്രം നാളെ ആഗസ്റ്റ് 8 സൺ നെക്സ്റ്റിലൂടെ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസ് ആകുന്നതാണ്. യാതും അറിയാൻ എന്നൊരു സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ തമിഴ് സിനിമയും നാളെ ആഗസ്റ്റ് 8 ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസ് ആകും. സീറ്റ് ആൻഡ് സാൾട്ടി ഓഫീസ് എന്ന കൊറിയൻ റൊമാൻറ്റിക് സീരീസ് ഇന്ന് ഹിന്ദി, തമിഴ്, തെലുങ്ക്, കൊറിയൻ ഭാഷകളിലായിട്ട് ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ MS പ്ലെയറിലൂടെയും OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. വെനസ്ഡേ എന്ന മികച്ച അഭിപ്രായം നേടിയ ഇംഗ്ലീഷ് ഹൊറർ കോമഡി സീരീസിന്റെ പുതിയ 2ാമത്തെ സീസന്റെ ആദ്യ 4 എപ്പിസോഡ് ഇപ്പം മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ കാണാവുന്നതാണ്. ബാക്കിയുള്ള 4 എപ്പിസോഡ് സെപ്റ്റംബർ 3 OTT റിലീസ് ആകുന്നതാണ്. അടുത്തത് ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന ഹോളിവുഡ് സിനിമ ഇപ്പം ആമസോൺ പ്രൈമിലൂടെയും കൂടുതൽ ഡിജിറ്റൽ സർവീസുകളിലൂടെയും ഇന്ത്യക്ക് പുറത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഡിലീറ്റ് ചെയ്ത ഭാഗങ്ങളൊക്കെ അടങ്ങിയ പുതിയ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ സെപ്റ്റംബർ 9 4K UHD ബ്ലൂറേ DVD ആയിട്ട് റിലീസ് ആകുമെന്ന ഒഫീഷ്യൽ പ്രഖ്യാപനം കൂടെ പുറത്തു വന്നിട്ടുണ്ട്. അടുത്തത് ഒരു ഹിന്ദി സീരീസ് ആണ് ബിന്ദിയാക്കെ ബാഹുബലി. സീരീസ് നാളെ ആഗസ്റ്റ് 8 ആമസോൺ MS പ്ലെയറിലൂടെ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസ് ആകും. ഹെബുലി കട്ട് എന്നൊരു കന്നഡ ഡ്രാമ സിനിമ നാളെ ആഗസ്റ്റ് 8 സൺ നെക്സ്റ്റിലൂടെ കന്നഡ ഭാഷയിൽ OTT റിലീസ് ആകുന്നതാണ്. തെലുങ്കിൽ നിന്നുമുള്ള ഒരു കോമഡി സിനിമയാണ് ബദ്മാശുലു. സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആഗസ്റ്റ് 8 ETV വിൻ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസ് ആകും. അടുത്തത് തെലുങ്ക് റൊമാൻറ്റിക് കോമഡി സീരീസ് ആണ് മോത്തുവാരി ലവ് സ്റ്റോറി. ഈ സീരീസും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ആഗസ്റ്റ് 8 ZEE5 തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസ് ആകുന്നതാണ്. മാർവലിന്റെ മികച്ച അഭിപ്രായം നേടിയ സൂപ്പർ ഹീറോ ചിത്രമാണ് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. കഴിഞ്ഞ ജൂലൈ മാസം 25 തിയേറ്ററിലേക്ക് എത്തിയ ഈ സിനിമ തിയേറ്റർ റിലീസിന് ശേഷം 60 ദിവസങ്ങൾക്ക് ശേഷമേ OTT റിലീസ് ചെയ്യുകയുള്ളൂ എന്നാണ് വിവരം.
അതുകൊണ്ട് സിനിമ ആദ്യം ഇന്ത്യക്ക് പുറത്ത് ആമസോൺ പ്രൈമിലൂടെ സെപ്റ്റംബർ മാസം അവസാനത്തോടെയോ അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യ ആഴ്ചയിലോ ആയിട്ട് OTT റിലീസ് ആകുന്നതാണ്. സെപ്റ്റംബർ 23 പുറത്തു വന്നിരിക്കുന്ന സിനിമയുടെ എക്സ്പെക്റ്റഡ് OTT റിലീസ് ഡേറ്റ്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലേക്ക് എത്തിയ ഹൗസ് മെയ്ഡ്സ് എന്ന മികച്ച അഭിപ്രായം നേടിയ ഫാന്റസി ഫാമിലി കോമഡി തമിഴ് സിനിമ ZEE5 തമിഴ് ഭാഷയിൽ ആഗസ്റ്റ് 28 സെപ്റ്റംബർ 14 ഇടയിലായിട്ട് OTT റിലീസ് ആകുമെന്നാണ് വിവരം. ആഗസ്റ്റ് 29 ഈ സിനിമയുടെ അൺഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ്. അടുത്തത് കിങ്ഡം എന്ന ആവറേജ് അഭിപ്രായം നേടിയ വിജയ് ദേവരകൊണ്ടയുടെ ആക്ഷൻ സ്പൈ ത്രില്ലർ തെലുങ്ക് ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ആഗസ്റ്റ് മാസം അവസാനത്തോടെയോ അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യ ആഴ്ചയിലോ ആയിട്ട് മലയാളം അടക്കമുള്ള പാനിന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ആഗസ്റ്റ് 28 നിലവിൽ തീരുമാനിച്ചിരിക്കുന്ന സിനിമയുടെ OTT റിലീസ് ഡേറ്റ്. ഫഹദ് ഫാസിൽ വടിവേലു ചേർന്ന് അഭിനയിച്ച മാരീസൻ എന്ന മികച്ച അഭിപ്രായം നേടിയ കോമഡി ത്രില്ലർ തമിഴ് ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ ആഗസ്റ്റ് മാസത്തിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പാക്കപ്പെട്ടിട്ടുണ്ട്. മാരീസൻ സിനിമ ആഗസ്റ്റ് 22 OTT റിലീസ് ചെയ്യാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്.